ചേട്ടാ ചേട്ടാ ആ ഒരു പഴയ ഒരു കാലവും ഈ ടെട്രാപ്പോഡൊക്കെ വന്നതിന് ശേഷമുള്ള ഒരു കാലവും എന്താ ഉണ്ടായിരിക്കുന്ന മാറ്റം എന്താ? ഇപ്പോൾ ഇത് വളരെ ഉപകാരമാണ്. ഇത് വെച്ചാൽ ഇനിയൊരു 10-30 കൊല്ലത്തേക്ക് ഞങ്ങളും ഞങ്ങളുടെ മക്കൾ ഇതുകൊണ്ടൊന്നും പേടിക്കേണ്ട. എന്താണെന്ന് വെച്ചാൽ അത് അടുക്കുമ്പോൾ ഞങ്ങൾക്ക് ഒരു തെമ്മാർക്കടൽ വന്നാലും ഞങ്ങൾ ഇവിടെ നിന്ന് പിള്ളേരെ എടുത്തുകൊണ്ട് കിഴക്കോട്ട് ഓടിക്കും. അങ്ങനെ അവസ്ഥയാണ്. ഇനിയൊരു 10-30 കൊല്ലത്തേക്ക് ഞങ്ങൾക്കൊരു ബുദ്ധിമുട്ടുമില്ല. ഇതുകൊണ്ട് ഇത് തന്നെയല്ല ഇപ്പം ഫിഷിംഗ് ആറ് വന്നതുകൊണ്ട് ഞങ്ങൾക്ക് വളരെ ഗുണമാണ്. അല്ലെങ്കിൽ ഞങ്ങൾ പോർട്ട് വെച്ച് പോയി കിടന്ന് വെളുപ്പിന് 4 മണിക്ക് പോയിട്ട് സന്ധ്യക്ക് ഒക്കെ അങ്ങനെയൊക്കെയാണ് വന്നത്. ഇപ്പം അങ്ങനെയല്ല. ഇപ്പം ഞങ്ങൾക്ക് പണി പോയിക്കൊണ്ട് ഞങ്ങൾക്ക് ഇവിടെ തന്നെ കയറാം. ചിലവ് കുറവുണ്ട്. നല്ല സന്തോഷമായ ജീവിതം. സുഖമായിട്ട് കിടന്ന് ഉറങ്ങാം. വീട്ടിൽ വെള്ളം കയറൂല. വെള്ളം കയറിയില്ല. അതൊരു വലിയ കാര്യമല്ലേ? പേടിക്കാണ്ട് കിടന്ന് ഉറങ്ങാനൊക്കെ ഉണ്ട് ഇപ്പം ഇന്നിപ്പോൾ ഈ കഴിഞ്ഞ പ്രാവശ്യം തൊട്ട് വളരെ കടലുണ്ടെന്ന് പോലും ഞങ്ങൾക്കറിയാൻ പറ്റുള്ളൂ. സൗണ്ട് പോലും കേൾക്കണം. അത്രക്ക് സുരക്ഷിതമായിട്ടാണ് ഇപ്പോൾ ഇതിനെ വിശേഷിച്ച് ഇതിനെ ജയിക്കാൻ പറ്റിയ ഒരു പദ്ധതിയും വന്നിട്ടില്ല. ഒത്തിരിയേറെ കാലങ്ങൾക്കുള്ളിൽ ഞങ്ങൾക്ക് സ്വപ്നത്തിൽ പോലും വിചാരിക്കാൻ പറ്റാത്തൊരു കാര്യങ്ങളാണ് വന്നത്. അപ്പോൾ അതിന് ഇത് പ്രതീക്ഷിച്ചിരുന്നില്ല വരുന്നു പറഞ്ഞെങ്കിലും പുലി വന്നപ്പോൾ ആരും അറിഞ്ഞില്ല. പെട്ടെന്നുള്ള വരവായി പോയി. ആരും അങ്ങനെ അറിയാതെ പോയല്ലേ? ഈ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ പറയുന്നതിനിടെ ഇത് പറയാതെ പോകുന്നു. അപ്പോൾ ഇവിടെ നമ്മളെ എതിർക്കുന്ന ഈ സർക്കാരിനെ എതിർക്കുന്ന ആൾക്കാർ വരെ ഈ പദ്ധതി വന്നു കഴിഞ്ഞാൽ പറഞ്ഞത് ഇപ്പൊ പിണറായി വരികയാണെങ്കിൽ ഞങ്ങൾ കൊണ്ടേ മാല ഇടുമെന്ന് പറഞ്ഞു. അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ളൂ. ഇപ്പൊ രാഷ്ട്രീയം അങ്ങനെ കിടക്കും. രാഷ്ട്രീയം ഓരോരുത്തരുടെ ഇഷ്ടമാണ്. നമുക്കെന്ന് പറഞ്ഞ വികസനം അതുപോലെ ഞങ്ങളുടെ സുരക്ഷിതത്വമാണ് അതാണ് ഏറ്റവും വലിയ. അപ്പോൾ ഏതായാലും ഞങ്ങൾ തെരഞ്ഞെടുപ്പ് വിശേഷങ്ങൾ തേടിയിട്ടാണ് വന്നത്. ഇത്രയൊക്കെ സൗകര്യം ലഭിച്ചവരാണ് നിങ്ങൾ. അതിനപ്പുറത്തേക്ക് എന്താണ് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ഒരു അവസ്ഥ എന്തായിരിക്കും എന്നാണ് കരുതുന്നത്? ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇപ്പൊ നമുക്ക് പറയാനെന്ന് രാഷ്ട്രീയം ഞങ്ങൾക്ക് അങ്ങനെ പറയാത്ത ആൾക്കാരാണ് ഞങ്ങൾ. പിന്നെ നമുക്ക് എന്തായാലും ജനങ്ങൾക്ക് സമാധാനമായിട്ട് ജീവിക്കണം. അങ്ങനെയുള്ളൊരു ഭരണ സംവിധാനം നമ്മുടെ കേന്ദ്രത്തിലുണ്ടാകും. എന്തായാലും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം രാഷ്ട്രീയമോ അതൊന്നുമല്ല, അവരുടെ മുഖത്തെ സന്തോഷവും ചിരിക്കുക. നേരത്തെ അമ്മയുടെ ആ ചിരിയൊക്കെ കണ്ടില്ലേ അല്ലേ? അല്ല, ഇതിൽ പരം സന്തോഷമൊന്നും ഒരു മറുപടി ഒരു സർക്കാരിന് ലഭിക്കാറില്ല. ഒരു സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഇതിൽ പരം ഏറ്റവും പ്രധാനപ്പെട്ട അവരുടെ കടമ നിർവഹിക്കാനും ഇല്ല എന്നുള്ളതാണ്. ഈ മനുഷ്യരുടെ മുഖത്ത് വിരിയുന്ന പുഞ്ചിരികൾ തന്നെയാണ് കേട്ടോ. ഒരുപാട് സന്തോഷം നിങ്ങളെ കണ്ടാൽ വലിയ സന്തോഷം. ഒരുപാട് സന്തോഷം.